അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് ശേഷം അപ്പുറത്താണ് ഈ ചരിവുള്ളത്, ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചരിവുള്ളത്. അപ്പോൾ അവിടേക്ക് ഈ കുട്ടി പോയിട്ടില്ല. കാരണം ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്, മാണിക്കര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടി കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കി നിങ്ങളുടെ കുറേ പേര് അവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. ഒരു ദുരൂഹത ഉണ്ടായിരുന്നത്, അത് അന്വേഷണം വേണം. കുട്ടി വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വന്ന ആ ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ഡോഗ് വന്നു. പോലീസ് ഡോഗ് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിൻ്റെ അടുത്ത് വരെ വന്നു. പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഏകദേശം ഒരു 150 മീറ്റർ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ബാക്കിയുള്ളവരും അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചത്, രമേശ് ഇവിടെ അന്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇവർ ആ സൈഡാണ് നിന്നിരുന്നത്. ഇപ്പോൾ ഈ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഏരിയയിലാണ് ഇവർ നിന്നിരുന്നത്. ഈ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയിരുന്നു. ഈ സ്ഥലത്ത് ഇറങ്ങിയൊക്കെ പരിശോധിച്ചു. അപ്പം തന്നെ പരിശോധിച്ചു. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെ എല്ലാവരും അവിടെയൊക്കെ ഇറങ്ങി പരിശോധിച്ചു. അവിടെ ഇറങ്ങി ആ മഴ മുകളിലേക്ക് അത്യാവശ്യം ചെരുവുണ്ട്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ചെരുവുണ്ട്. ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം പിന്നെ അതായത് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ മയക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം ആ ഭാഗത്ത് ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ദുരൂഹതയുണ്ട്. പിന്നെ ബോഡിക്ക് പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു, ഒന്നുമില്ലാത്ത മര്യാദ പറയുന്നു. ബോഡിക്ക് പഴക്കില്ല എന്നാണ് പറയുന്നത്. 4 ദിവസമായി അല്ല. ഇപ്പൊ ഈ സ്ഥലം നിങ്ങളെ ബന്ധുക്കൾക്ക് ഇറക്കാൻ ഞാൻ നേരിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങളൊക്കെ ഇറങ്ങിയ സ്ഥലമാണ്. അപ്പോൾ കുടുംബം തിരികെ വന്ന വഴി, അതായത് ഇപ്പോൾ മൃതദേഹം ലഭിച്ചു എന്ന് പറയുന്ന ഇടമല്ല അവർ തിരികെ വന്നത്. ആ ഭാഗത്തേക്ക്, അത് കുറച്ചുകൂടി സ്റ്റീപ്പായ സ്ലോപ്പാണ്, വളരെ കുത്തനെയുള്ള ചെരിവാണ്. ആ ഭാഗത്തേക്ക് ശ്രീനന്ദ പോയിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. കുടുംബം ഇപ്പോൾ ഒരു ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നു. മൃതദേഹം ഇപ്പോൾ ലഭിച്ചു എന്ന് പറഞ്ഞ ഇടത്ത് ഈ പറഞ്ഞ ദിവസം ശ്രീനന്ദയെ കാണാതായ ആദ്യ ദിവസം തന്നെ ബന്ധുക്കളടക്കം അവർക്കാകും വിധം ഒരു പരിശോധന നടത്തിയിരുന്നു, തിരച്ചിൽ നടത്തിയിരുന്നു. അപ്പം ലഭിക്കാത്ത മൃതദേഹം ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞ് അതേ മേഖലയിൽ നിന്ന് എങ്ങനെ ലഭിച്ചു എന്നൊരു ചോദ്യം കൂടി കുടുംബം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. കുടുംബം പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവർ തിരികെ വന്ന വഴി അത് ഈ വഴിയല്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഉയർന്ന പാറക്കെട്ടുകളും കുത്തനെയുള്ള ചെരുവും ഇത്തിരി വനപ്രദേശമൊക്കെ അടങ്ങുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. തിരികെ ചിലപ്പോൾ ഒന്നിലധികം വഴികൾ തിരികെ വരാനുണ്ടാകും. അതിൽ കുടുംബം ഒന്നാകെ ഒരു ഗ്രൂപ്പായി പോയതാണ്. തിരികെ കയറുന്നതും ഒരു ഗ്രൂപ്പായിട്ടാണ്. അതുകൊണ്ട് തന്നെ തിരികെ വരുമ്പോഴും അതേ റൂട്ടിൽ തന്നെ ആ കുടുംബം തിരികെ ഇറങ്ങിയത്. ഈ പറഞ്ഞ മൃതദേഹം ലഭിച്ചു എന്ന് പറയുന്ന ഭാഗം ഇവർ ഇറങ്ങിയ ഭാഗത്തു നിന്ന് കുറച്ച് അകലെ ദൂരമുള്ള മറ്റൊരു എക്സിറ്റ് വേ ആണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ എക്സിറ്റ് വേയിലേക്ക്, ആ എക്സിറ്റ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ അതിലൂടെ ഇറങ്ങാനുള്ള വഴി അങ്ങോട്ടേക്ക് ശ്രീനന്ദ പോയിട്ടില്ല. കാരണം അവർ ഇറങ്ങിയതൊക്കെ ഒരേ വഴിയാണെന്നടക്കം കുടുംബം പറയുന്നു. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.